മലയാളിയുടെ തീന്മേശയിലെ പ്രധാനിയാണല്ലോ ഈ മത്തി എന്ന് പറയുന്ന സാധനം. പഴയതുപോലെ സുലഭമല്ല എങ്കിലും മത്തിയുടെ ഡിമാൻഡിന് കുറവില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാർക്കറ്റിൽ എപ്പോഴും എത്തുന്നില്ല എങ്കിലും വീടുകളിലെ VIP ആണ് മത്തി. മീന് കൂന്തള്, അയില, ചെമ്മീന്, കടുക, പിന്നെ ആഗോലി, ഐക്കുറ. ഞങ്ങൾക്കിപ്പോ മത്തി തന്നെ പറ്റുള്ളൂ. മത്തി ഇപ്പൊ ചെറിയ മത്തിയുള്ളു. മറ്റേ മത്തി ഇപ്പൊ വല്യത്തി ഇറങ്ങണില്ല. മത്തി ഇപ്പൊ ടൈറ്റാ. മത്തി ഭയങ്കര ടൈറ്റാണ്. കാരണം അത് കുറെ കാലാവസ്ഥ ടൈമിൽ ഇറങ്ങുള്ളൂ. നമ്മള് ഇപ്പൊ കിട്ടില്ല. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചെറുമത്തി ഇങ്ങനെ ഇറങ്ങുന്നല്ലാതെ ഏത് എല്ലാവരും ചോദിച്ചാൽ എന്റെ വലിയ മത്തിയാ. വേറെ ആകൂലായിക്കോറിപ്പോ എല്ലാവർക്കും മാറേ. നിങ്ങൾ പോയി നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ പോയാലും കിട്ടില്ല. നിങ്ങൾക്ക് വെറുതെ റൗണ്ട് അടിച്ചാൽ തന്നെ ഒരു കാര്യമില്ല. അതുണ്ട് ഞങ്ങൾ ആദ്യം ഞങ്ങൾ കൊണ്ടുവരും. കിട്ടുന്നിടത്ത് ഞങ്ങൾ കൊണ്ടുവരില്ലേ? ഞങ്ങൾക്ക് കിട്ടാനില്ല. അതാണ് മത്തി ഇല്ലാത്തത്. അഥവാ മത്തി കിട്ടിയാലും കിട്ടിയൊക്കെ ഞങ്ങൾ തന്നെ കൊണ്ടുപോകല്ലേ. ഞാൻ എന്തായാലും പോയി നോക്കട്ടെ. ഓക്കെ എന്തേച്ചേ, എന്താ വർത്താനോ? ഞാനേ ഇങ്ങനെ നടക്കാറിങ്ങിയ ലീവൊക്കെ ആയപ്പോ ഒരു മത്തി കിട്ടുമോ നോക്കി. മത്തിക്ക് വേണ്ടി ഇങ്ങനെ മൈൻഡ് സെറ്റ്. പക്ഷെ മത്തി കിട്ടാല്ലേ, ഭയങ്കര ഡിമാൻഡാന്ന് പറയുന്നത്. എവിടെയും കിട്ടാനില്ല. ഇവിടെ നല്ല നെയ്യുള്ള മത്തിയുണ്ട്, കപ്പയുണ്ട്. ഞാൻ മുളക് പൊട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മത്തി കിട്ടിയോ അതിന്റെ ഇടയിൽ? അതാണ് ഉള്ളവരൊക്കെ ആദ്യം ഇങ്ങനെ വാങ്ങിക്കൊണ്ടുപോവാ. അതും കിട്ടാല്ലേ പഴയ പോലെ ഒന്നും. അരുണ് വാ, കഴിച്ചിട്ട് പോവാ. മത്തിയും കപ്പാന്നൊക്കെ പറഞ്ഞൊരു വികാരാ. എന്നാ വാ. മനസ്സ് മാറുന്നേ. ചട്ടി ഇതുകൊണ്ടൊരു പരിപാടി ഉണ്ട് ചെയ്യാൻ. പ്രത്യേകിച്ച് പറയണോ, മത്തി ആരാ മോൻ. സംഭവം കിട്ടാനില്ലെങ്കിലും ഒരേ ഡിമാൻഡാണ്. എത്ര കാലം കഴിഞ്ഞാലും മത്തി VIP തന്നെയായിട്ട് ഇങ്ങനെ തുടരാ. അനീസ് തോട്ടക്കാരനൊപ്പം അരുണ മുതനാഥ്, മാതൃഭൂമി ന്യൂസ്.